വെൽക്കം ടു മിസ്റ്റർ ഫോക്സ് ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ GST ഇൻകം ടാക്സ് അപ്ഡേറ്റുകൾ സ്ഥിരമായി വാട്സപ്പ് ബ്രോഡ്കാസ്റ്റായി ലഭിക്കുന്ന സബ്സ്ക്രൈബ് ബ്രോഡ്കാസ്റ്റിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിലേക്ക് നിങ്ങളുടെ നെയിം, പ്ലേസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എന്നിവ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രീ മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ദിസ് ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ITR ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രോസസ്സിങ്ങിലും റീഫണ്ട്സിലും വരുന്ന ഡിലേയ്സും അതെങ്ങനെ പ്രോപ്പറായിട്ട് IT പോർട്ടലിൽ ചെക്ക് ചെയ്യണം, എങ്ങനെ സോൾവ് ചെയ്യണമെന്നാണ്. സോ നിങ്ങൾ ITR ഫയൽഡ് ആണെങ്കിൽ IT പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. ദെൻ ITR സ്റ്റാറ്റസ് ഒന്ന് വ്യൂ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും. റിട്ടേൺ ഫയൽഡ് ഓൺ 4th ജൂണിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. സെയിം ഡേ തന്നെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. 21st ജൂൺ ആയപ്പോഴേക്കും റിട്ടേൺ പ്രോസസ്സിങ് ആയിക്കഴിഞ്ഞു. 27th ജൂണിലേക്കും റീഫണ്ട് ആയിക്കഴിഞ്ഞു. റീഫണ്ട് എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഐഡിയൽ സിറ്റുവേഷനാണ്. ITR 1 ആണ് ഫയൽ ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ റിട്ടേൺ പ്രോസസ്സ് ആവുകയും റീഫണ്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ള റിട്ടേണിൻ്റെ സ്റ്റാറ്റസാണ്. എല്ലാവർക്കും ഇത്ര പെട്ടെന്ന് ഈ പ്രോസസ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പലർക്കും ഡിലേയ്സ് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു പ്രോസസ്സിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം റിട്ടേൺ വെരിഫൈ ചെയ്തിട്ടില്ല, വെരിഫൈ ചെയ്ത് റിട്ടേൺ പ്രോസസ്സായിട്ടില്ല, പ്രോസസ്സിങ് കഴിഞ്ഞ റിട്ടേണിൽ നിങ്ങൾക്ക് റീഫണ്ട് ഇഷ്യൂ ചെയ്തിട്ടില്ല, ഇനി ഇഷ്യൂ ചെയ്ത കേസിലും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ റിസീവ് ചെയ്തിട്ടില്ല, ഇതിലേത് പ്രോസസ്സിൽ വേണമെങ്കിലും നിങ്ങളുടെ പ്രോസസ്സിങ്ങോ റീഫണ്ടോ സ്റ്റക്കായി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജനറൽ ഒബ്സർവേഷൻ പറയാം. നിങ്ങൾ ITR 1 or 4 ആണ് ഫയൽ ചെയ്തതെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ പ്രോസസ്സിങ് ഫാസ്റ്റ് ആയിരിക്കും. 2 3 ആണെങ്കിൽ റിട്ടേൺ പ്രോസസ്സിങ് കുറച്ച് സ്ലോ ആയിരിക്കും. സോ 1 4 ഫയൽ ചെയ്തവർക്ക് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുണ്ടാവാം, റീഫണ്ടും ഇതിനകം കിട്ടിയിട്ടുണ്ടാവാം. എല്ലാവരുടെ കേസല്ല പറയുന്നത്, ചാൻസസ് കൂടുതലാണ്. 2 3 അഡീഷണൽ ഇൻകംസ് വരുന്ന കാരണം കൊണ്ട് അവിടെ സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. ഈ കൊല്ലം പ്രോസസ്സിങ് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ജനറൽ ഒബ്സർവേഷൻ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത്. then നമുക്കിതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 30 ഡേയ്സിനുള്ളിലാണ് വെരിഫൈ ചെയ്യേണ്ടത്. വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു കാരണവശാലും അത് പ്രോസസ്സിങ്ങിലേക്ക് പോവില്ല. പലർക്കും ഈ കേസ് അറിയാൻ പോലുമില്ല. സ്വന്തമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത ആളുകൾ ഡയറക്റ്റ് അങ്ങ് ഫയൽ ചെയ്ത് പോയിട്ടുണ്ടാവും. വെരിഫിക്കേഷൻ്റെ കേസ് അറിയില്ല. അങ്ങനെ ടൈം ബാർ ആയി പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ നമുക്കറിയാം 31st ജൂലൈ ആയിരുന്നു. അതായത് ടാക്സ് ഓഡിറ്റ് ഇല്ലാത്ത കേസുകളിൽ 31st ജൂലൈ ആയിരുന്നു ഡ്യൂ ഡേറ്റ് വരുന്നത്. ഈ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ വെരിഫൈ 30 ഡേയ്സിനുള്ളിൽ ചെയ്തിട്ടില്ല. പിന്നെ ചെയ്യാം എന്ന് വെച്ചിട്ട് മറന്നുപോയ ആളുകളുണ്ട്. വെരിഫിക്കേഷൻ്റെ കേസ് ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ ഒരു കേസ് അറിയാത്ത ആളുകൾ വരെയുണ്ട്. സ്വന്തമായി റിട്ടേൺ ഫയൽ ചെയ്യും. ഇങ്ങനത്തെ ചില പ്രോബ്ലംസ് ഉണ്ട്. പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷമല്ല ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള പണികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ന്യൂ ആൻഡ് ഓൾഡ് റിജീം ചൂസ് ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റും അതുപോലെ തന്നെ നമുക്ക് ഡിഡക്ഷൻസ് എടുക്കാനുള്ള ഡ്യൂ ഡേറ്റ് എല്ലാം തന്നെ 31st ജൂലൈ തന്നെ ആയിരുന്നു. ആ ടൈമിനുള്ളിൽ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്ത് വെരിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ബില്ലേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ ഡിഡക്ഷൻസ് ഒന്നും തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഓൾഡ് ആൻഡ് ന്യൂ റെജീം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇങ്ങനെയുള്ള റൂൾസും കൂടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നോക്കിയിട്ടൊന്നും റിട്ടേൺ ഫയൽ ചെയ്യാനിരിക്കരുത്. ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം റിട്ടേൺ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. 30 ഡേയ്സിനുള്ളിൽ വെരിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അത് വെരിഫൈ ചെയ്ത് മുമ്പോട്ട് പോവുക. ദെൻ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നത് പ്രോസസ്സിങ്ങിലേക്കാണ്. നമുക്കറിയാം മെജോറിറ്റി ആളുകളുടെ കേസിലും ഇതായിരിക്കും ഇഷ്യൂ. റിട്ടേൺ വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും പ്രോസസ്സിങ്ങിനാണ് ടൈം എടുക്കുന്നത്. ഇതെപ്പോഴും നിങ്ങളുടെ ഫയലിങ്ങിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്രാവശ്യം റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രോസസ്സിങ്ങിന് പതിവിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. നമുക്കതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കാവുന്നതാണ്. ഇത് IT പോർട്ടലിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഡാറ്റയാണ്. എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് IT പോർട്ടലിൽ, അതിൽ എത്ര പേര് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ഫയൽ ചെയ്തതിൽ എത്ര പേര് വെരിഫൈ ചെയ്തിട്ടുണ്ട്,
അതിൽ എത്ര പേരുടെ റിട്ടേൺ പ്രോസസ്സ് ആയിട്ടുണ്ട്. ഈ ഡാറ്റ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് വൈസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം വളരെ പെട്ടെന്ന് മനസ്സിലാകാവുന്നതാണ്. ജസ്റ്റ് ഒരു പെർസെൻറ്റേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസേഴ്സിൽ എത്ര പേരാണ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്ത യൂസേഴ്സിൽ 58.74% മാത്രമാണ് റിട്ടേൺ ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറയുന്ന ഈ വീഡിയോ റിലീസ് ചെയ്യുന്ന ടൈമിലെ ഡാറ്റയാണ് ഞാനിവിടെ അനലൈസ് ചെയ്ത് കാണിക്കുന്നത്. റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളവരിൽ വെരിഫൈ ചെയ്തിട്ടുള്ളത് 94.38% ആണ്. എല്ലാവരും വെരിഫൈ ചെയ്തിട്ടില്ല. ഇനിയും വെരിഫൈ ചെയ്യാൻ ആളുകൾ ബാക്കിയുണ്ട്. ഈ പെർസെൻറ്റേജ് കാണുമ്പോൾ 94% കാണുമ്പോൾ ഓൾമോസ്റ്റ് വെരിഫൈഡ് ആണെന്ന് നമുക്ക് തോന്നും. ബട്ട് നമ്പർ എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഒരു വെരിഫൈ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇനി വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്ര പെർസെൻറ്റേജ് ആണ് പ്രോസസ്സ് ആയതെന്ന് നോക്കിയാൽ 66% മാത്രമാണ് ഇപ്പോൾ പ്രോസസ്സിങ് ആയിട്ടുള്ളത്. സോ നിങ്ങളുടെ പ്രോസസ്സിങ് ആയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാവണമെന്ന് നിർബന്ധമില്ല. ബാക്കി ഇത്രയും ആളുകളുടെ റിട്ടേൺ പ്രോസസ്സ് ആവാനായിട്ടുണ്ട്. ഇത് തൊറോ ചെക്കിങ് നടക്കുന്നതുകൊണ്ടാണ്. ഫേക്ക് ഡിഡക്ഷൻസ് ഒക്കെ ഒരുപാട് പേര് ക്ലെയിം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കിങ് നടക്കുന്നുണ്ട്. അത് പ്രോസസ്സ് ആവാനായിട്ട് ടൈം എടുക്കും. ഇതെന്ന് എക്സാക്ട്ലി റിട്ടേൺ പ്രോസസ്സായി കിട്ടുമെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അസസ്മെൻറ്റ് ചെയ്യുക 2024-25 റിട്ടേൺസ് പ്രോസസ്സ് ചെയ്ത് തീരാനായിട്ട് അവരുടെ കയ്യിലുള്ള ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 31 ഡിസംബർ 2025 ആണ്. സോ ആ ഡേറ്റ് വരെ അവർക്ക് റിട്ടേൺ പ്രോസസ്സിങ്ങിന് ടൈം എടുക്കാവുന്നതാണ്. സോ നമ്മൾ റിട്ടേൺ പ്രോസസ്സിങ് അത്രയും വരെ വൈകാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, സോ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ഇപ്പോഴും പ്രോസസ്സിങ് സ്റ്റാറ്റസിൽ തന്നെ നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, നിങ്ങളുടെ റിട്ടേൺസ് എന്തുകൊണ്ടാണ് പ്രോസസ്സ് ആവാത്തതെന്ന് എന്ന് കരുതി വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒരു നോർമൽ പ്രോസസ്സ് തന്നെയാണ്. എന്ന് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു നമുക്ക് പോർട്ടൽ നോക്കിയിട്ട് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻസും വരും. അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആയിരിക്കണമെന്നില്ല. ഇത്രയും ഡാറ്റ ഞാൻ കാണിച്ചത് ഈ പ്രോസസ്സിങ്ങിൽ ഡിലേ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി റിട്ടേൺ പ്രോസസ്സിങ്ങിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടൊരു ഡിഫക്റ്റാണ് നിങ്ങളുടെ റിട്ടേൺ ഡിഫക്റ്റീവായിട്ട് മാറുക എന്നുള്ളത്. ഈ പ്രാവശ്യം കുറച്ച് കൂടുതലാണ്. കാരണം ITR 2 or 3 ഫയൽ ചെയ്യേണ്ട ആളുകൾ ITR 1 ഫയൽ ചെയ്ത് മിസ്റ്റേക്സ് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇൻകം റിപ്പോർട്ട് ചെയ്യാതെ റിട്ടേൺ ഡിഫക്റ്റീവായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം പലരും സ്വയം ഫയൽ ചെയ്യുന്നുണ്ട്. സ്വയം ഫയൽ ചെയ്യുന്നതിൻ്റെ ഒരു മിസ്റ്റേക്കും ഇല്ല, പക്ഷേ പ്രോപ്പറായിട്ട് അത് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യേണ്ടതാണ്. ജസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോസ് മാത്രം കണ്ട് ഫയൽ ചെയ്യരുത്. നിങ്ങൾക്ക് പല കേസുകളിലും ക്യാപിറ്റൽ ഗെയിൻ ഹെഡിൽ നിന്നുള്ള ഇൻകംസ് ഉണ്ടാവാം. ITR 2 or 3 റിപ്പോർട്ട് ചെയ്യേണ്ട കേസുകൾ. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ITR 3 മാറണം. ഏത് ITR ഫയൽ ചെയ്യണമെന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ ITR 1 അതർ സോഴ്സിൽ ബാക്കിയുള്ള എല്ലാ ഇൻകംസും എൻ്റർ ചെയ്ത് വെച്ച് ഫയൽ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. അത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ റിട്ടേൺസ് എല്ലാം തന്നെ ഡിഫക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി ഡിഫക്റ്റീവ് ആവാത്ത കേസുകൾ ഇപ്പോഴും ഇവിടെ പ്രോസസ്സിങ്ങിൽ തന്നെ നിൽക്കുന്നുണ്ടാവാം. അത് പിന്നീട് നിങ്ങൾക്ക് ഡിഫക്റ്റീവ് നോട്ടീസ് വരുമ്പോഴും ഡിഫക്റ്റീവ് നോട്ടീസ് വരുന്ന സമയത്ത് അറിയാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഡിഫക്റ്റീവ് റിട്ടേൺ നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യുക. സോ റിട്ടേൺ വെരിഫൈ ചെയ്തത് മുതൽ പ്രോസസ്സിങ് വരെയുള്ള കേസാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നിങ്ങളുടെ പ്രോസസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ഇൻറ്റിമേഷൻ വരുന്നതാണ്. ആ ഇൻറ്റിമേഷൻ നിങ്ങളുടെ ബ്ലൂ കളറാണെങ്കിൽ റീഫണ്ട് ഇല്ലാതെ പ്രോസസ്സ് ചെയ്ത റിട്ടേൺസ് ആണ്, പ്രോസസ്സിങ് കംപ്ലീറ്റഡ് ആണ്. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോബ്ലംസ് ഒന്നുമില്ല, നിങ്ങളുടെ റിട്ടേൺ പ്രോസസ്സ് ആയിട്ടുണ്ട്. ഇനി ഗ്രീൻ കളറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രോസസ്ഡ് വിത്ത് റീഫണ്ട് ആയിരിക്കാം. അവിടെയും പ്രോബ്ലംസ് ഒന്നുമില്ല, നിങ്ങൾക്ക് റീഫണ്ട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുണ്ട്, റീഫണ്ടാണ് വന്നിട്ടുള്ളത്. ഇൻറ്റിമേഷൻ റെഡ് കളറിലാണ് വരുന്നതെങ്കിൽ റിട്ടേൺ ഡിഫക്റ്റ് ഉണ്ട്, അഡീഷണൽ ലയബിലിറ്റി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഈ കേസുകളിൽ പ്രോസസ്സിങ് കഴിഞ്ഞ് ഡിഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഈ 3 പ്രോസസ്സിങ് നോട്ടീസുകളിലും 2 കോളംസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് നിങ്ങൾ ഫയൽ ചെയ്തിട്ടുള്ള ITRൽ ഫില്ല് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോർട്ടലിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ. ഈ 2 ഡാറ്റയിലും ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഈ 3 നോട്ടീസസ് ആണെങ്കിലും നിങ്ങളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ഈ 2 കോളത്തിലും ഡാറ്റ ഡിഫറൻസ് വരുന്നുണ്ടോ, അതിനനുസരിച്ചുള്ള അപ്രോപ്രിയേറ്റ് ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ഗ്രീൻ കളറിലുള്ള റീഫണ്ടിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ പോലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള റീഫണ്ട് ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. സോ ആ കേസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനനുസരിച്ച് റിവൈസ് റിട്ടേൺ പ്രൊസീഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഇൻഡിവിജ്വൽ കേസസ് ആണ്. ഓരോ കേസിലും നോക്കി ചെക്ക് ചെയ്ത് തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ട് വരും. സോ ഈ കേസും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു.
ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നിങ്ങൾ റിട്ടേൺ പ്രോസസ്സായിട്ടുണ്ട്, ഒരു ഇഷ്യൂ ഇല്ലാതെ. റീഫണ്ട് ഇല്ലാതെ പ്രോസസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനില്ല. നിങ്ങളുടെ റിട്ടേൺ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, ഇനിയൊന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. ഇനി റീഫണ്ടോട് കൂടിയാണ് റിട്ടേൺ പ്രോസസ്സായിട്ടുള്ളത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത് വരെയുള്ള ആ ഒരു പീരീഡിനുള്ളിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ഇഷ്യൂസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ സ്റ്റെപ്പിനുള്ളിൽ റിട്ടേൺ പ്രോസസ്സിങ്ങും റീഫണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതിനുള്ളിലുള്ള ഇഷ്യൂസ് ഒന്ന് നോക്കാം. റിട്ടേൺ പ്രോസസ്ഡ് വിത്ത് റീഫണ്ട് എന്നുള്ള ഇമെയിലാണ് കിട്ടുന്നതെങ്കിൽ സർവീസസിൽ വരിക. റീഫണ്ട് കിട്ടാത്ത ആളുകൾ നോ യുവർ റീഫണ്ട് സ്റ്റാറ്റസ് കൊടുക്കുക. NSTLൻ്റെ വെബ്സൈറ്റിൽ ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്, അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. പാൻ ഓൾറെഡി ഫിൽഡ് ഔട്ട് ആയിരിക്കും. അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യുക, ദെൻ സബ്മിറ്റ് കൊടുക്കുക. ഈ കേസിൽ നമുക്കറിയാം ഓൾറെഡി റീഫണ്ട് വന്ന കേസാണ്. ഇവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, പ്രോസസ്സിംഗ് റെഫറൻസ് നമ്പർ, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഏത് ഡേറ്റിലാണ് റീഫണ്ട് വന്നിട്ടുള്ളതെന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കേസിൽ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, റീഫണ്ടോട് വന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ ഇനീഷ്യേറ്റഡ് എന്നോ മറ്റോ ആണ് കാണുന്നതെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇനീഷ്യേറ്റഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു 1 വീക്ക് ഒന്ന് ടൈം കൊടുക്കുക, തീർച്ചയായിട്ടും വരുന്നതാണ്. എന്നിട്ടും വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് എന്ന് സംശയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ മൈ പ്രൊഫൈലിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യണം. പ്രൊഫൈലിൽ കയറിയിട്ട് ബാങ്ക് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രീ വാലിഡേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് പ്രീ വാലിഡേറ്റഡ് ആയിരിക്കണം. ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നെയിം മിസ്മാച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീഫണ്ട് വരുന്നതല്ല. ചില കേസുകളിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, പല ബാങ്കുകളും മെർജ് ചെയ്യുമല്ലോ. അപ്പോൾ പഴയ ബാങ്കിൻ്റെ IFSC കോഡായിരിക്കും ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവുക. അത് ചിലപ്പോൾ ക്ലയൻറ്റ് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അത് പ്രോപ്പറായിട്ട് ഫിൽ ഔട്ട് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാവുന്നതുമാണ്. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള റിട്ടേണിൽ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. അതിനാണ് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കൊടുക്കണമെന്ന് പറയുന്നത്. പലരും ഒരൊറ്റ ബാങ്ക് അക്കൗണ്ടേ കൊടുക്കുകയുള്ളൂ. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സേവിങ്സ് ആൻഡ് കറണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യതയില്ല. സോ ഇവിടെ പ്രീ വാലിഡേറ്റഡ് ആണ് എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ വാലിഡേറ്റഡ് ഒക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് വെയിറ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും റീഫണ്ട് വരും. ഇനി ഇവിടെ ഇഷ്യൂ കാണുന്നുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജും വരുന്നുണ്ട്, നിങ്ങളുടെ റീഫണ്ട് ഫെയിൽ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് മെയിലോ അല്ലെങ്കിൽ ടെക്സ്റ്റോ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മെയിലും ടെക്സ്റ്റും ഫോണും ഒക്കെ ഇടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സർവീസസിൽ തന്നെ റീഫണ്ട് റീഇഷ്യൂ എന്ന് പറയുന്ന റിക്വസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ചിലരുടെ കേസിൽ ഇത് വർക്ക് ചെയ്യില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നേരെ ഗ്രീവിയൻസ് ഫയൽ ചെയ്യാവുന്നതാണ്. റീഫണ്ട് റീഇഷ്യൂവിൽ ചിലരുടെ കേസിൽ വർക്ക് ആവില്ല എന്ന് പറയാൻ കാരണം അത് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് വരാത്തതുകൊണ്ട് നമുക്ക് ആ ഓപ്ഷൻ ചിലപ്പോൾ കാണാൻ സാധിക്കാത്ത സിറ്റുവേഷൻ വരും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഗ്രീവിയൻസ് ഫയൽ ചെയ്യുന്നതാണ് ഓപ്ഷൻ. ഗ്രീവിയൻസിൽ പ്രോപ്പറായിട്ടുള്ള ഹെഡ് സെലക്ട് ചെയ്ത് ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം റീഫണ്ട് വരുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സും ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനായിട്ട് നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. സോ പെയ്ഡ് കൺസൾട്ടേഷൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ തന്നെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇഷ്യൂസ് നിങ്ങളിതിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം വാട്സപ്പിലോ ഡയറക്റ്റ് കോളായിട്ടോ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇത് തന്നെയാണ്. പക്ഷേ വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളത്. ഡയറക്റ്റ് കോൾ പ്രിയർ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ ഒരു കാരണവശാലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതല്ല. സോ വാട്സപ്പ് ത്രൂ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രീ സർവീസ് ആഗ്രഹിച്ച് വരുന്നവർ ദയവ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക. നമ്മളൊരു ഫ്രീ സർവീസും കൊടുക്കുന്നില്ല. എവിടെയും നമ്മളങ്ങനെ പ്രോമിസ് ചെയ്യുന്നോ അഡ്വർടൈസ് ചെയ്യുന്നതോ ഇല്ല. നിങ്ങളുടെ ഡാറ്റ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ തന്നെ നമുക്കവിടെ പെയ്ഡ് സർവീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ 2 ഓപ്ഷനാണുള്ളത്. നിങ്ങൾക്ക് തന്നെ പഠിച്ചുകൊണ്ട് റിസർച്ച് ചെയ്ത് നോക്കി സോൾവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാളത് സോൾവ് ചെയ്ത് തരണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പേയ്മെൻറ്റ് ഇൻവോൾവ് ആയിരിക്കും. എല്ലാ പ്രൊഫഷണൽസിനും അങ്ങനെ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കൂ. അതൊരു വേൾഡ് റിയാലിറ്റിയാണ്. അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക. ഓക്കെ, നമ്മുടെ അപ്ഡേറ്റഡ് ITR ഫയലിംഗ് കോഴ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബേസിക്സ് മുതൽ റിട്ടേൺ ഫയലിംഗ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ ക്ലിയർ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് റെസ്പോൺസ്.
ITR ഫയലിംഗ് ബേസിക്സ് മുതൽ പഠിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ITR ഫയലിംഗ് കോഴ്സിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.